വെൽക്കം ബാക്ക് ടു SFX. ഞാൻ എലിസ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ന് റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീൻ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പിന്റെ ലിങ്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ മറക്കരുത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് റണ്ണിങ് ഫാബ്രിക്സിന്റെ വീഡിയോ ആയിട്ട് വരാൻ. കാരണം ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ് റണ്ണിങ് ഫാബ്രിക്സ്. നമ്മുടെ റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂസും ഏറ്റവും കൂടുതൽ എൻക്വയറിയും എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സും കിട്ടിയിരിക്കുന്നത് റണ്ണിങ് ഫാബ്രിക്സ് ആണ്. കോട്ടൺ സ്യൂട്ട് സെറ്റ്സിനും കിട്ടിയിട്ടുണ്ട് ഒരുപാട്. പക്ഷെ എന്നാലും കുറച്ചുകൂടി ആ ഒരു ഭയങ്കര ഒരു എന്താ പറയണേ ഭയങ്കര ഒരു പോസിറ്റീവ് റെസ്പോൺസും ഒരു റിവ്യൂ ഒക്കെ കിട്ടിയിരിക്കുന്നത് എനിക്ക് ഈ റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷനിൽ നിന്നാണ്. കാരണം നമ്മൾ റെയർ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഞാൻ തെറ്റിക്കില്ല. ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ളതും കാഷ്വൽ വെയർ ആയിട്ടുള്ളതും ഹാൻഡ് വർക്ക് പ്രിന്റഡ് കോട്ടണും എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മിസ്സാക്കാതെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പോകാമുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ റണ്ണിങ് ഫാബ്രിക്സിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ, കാരണം ഇന്നിപ്പോൾ ഞാൻ മിക്ക വീഡിയോസിനും പറയാറുണ്ട് ഇന്നിപ്പോൾ ഒരു 3 മണിക്കുള്ളിൽ ചെയ്യുന്നതെല്ലാം നമ്മൾ അന്ന് തന്നെ ഡെസ്പാച്ച് ചെയ്യാറുണ്ട്. ഒരു 5 o'clock വരെ DTDC ആണെങ്കിൽ 5 o'clock വരെയുള്ളത് നമ്മൾ ഇന്ന് തന്നെ 6 o'clock ആയാലും കുഴപ്പമില്ല, നമ്മൾ ഇന്ന് തന്നെ ഡെസ്പാച്ച് ചെയ്യാറുണ്ട്. പക്ഷെ റണ്ണിങ് ഫാബ്രിക്സ് നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളത് ഡെസ്പാച്ച് ചെയ്തിട്ടുള്ളൂ. ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആണ്. അപ്പോൾ തേഴ്സ്ഡേ കഴിഞ്ഞ് സാറ്റർഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്തുള്ളൂ. കാരണം നമുക്ക് ഇത് കട്ട് ചെയ്ത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഓരോരുത്തരുടെ ഓർഡേഴ്സ് എടുക്കണം, കട്ട് ചെയ്യണം, പാക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് തെറ്റിപ്പോകാതെയൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കര കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണ് ഈ ഒരു റണ്ണിങ് ഫാബ്രിക്സിൻ്റെ നമ്മൾ ഈ പാക്കിങ്ങും ഡെസ്പാച്ചിങ്ങും. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ ഡെസ്പാച്ചിങ് ഉണ്ടായിരിക്കുന്നതല്ല. ഇന്ന് എടുക്കുന്ന വീഡിയോ ആണെങ്കിലും ഫ്രൈഡേ എടുക്കുന്ന വീഡിയോ ആണെങ്കിലും ഓർഡേഴ്സ് ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സ് ആണെങ്കിലും ഇന്നിപ്പോൾ തേഴ്സ്ഡേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ എടുക്കുന്ന ഓർഡേഴ്സ് ആണെങ്കിലും നാളെ ഫ്രൈഡേ എടുക്കുന്നതാണെങ്കിലും നമ്മൾ സാറ്റർഡേ ആണ് ഡെസ്പാച്ച് ചെയ്യത്തുള്ളൂ. ഫ്രൈഡേ ഡെസ്പാച്ചിങ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഡെലിവറി ഉണ്ടായിരിക്കത്തുള്ളൂ കേട്ടോ. കാരണം നമുക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചൊരു ടൈം നമുക്ക് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കൊണ്ട് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ത്രെഡ് വർക്ക് വരുന്നത്, എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ഫാബ്രിക്കാണ്. ഇതും നമ്മൾ പാർട്ട് 3 ആയിട്ട് നമുക്ക് വേണ്ടി കൺസിഡർ ചെയ്യാം. നമ്മൾ 1-2 ഫാബ്രിക്സ് ഇതിന് മുന്നേ വേറെ ഡിസൈനിലൊക്കെ നമ്മൾ ചെയ്തെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വേറെ ഡിസൈനും വേറെ കളേഴ്സുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ചിക്കൻ കാരി വർക്കായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് ഇതിലേക്ക് പോയിരിക്കുന്നത്. 3 ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലാക്ക് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാം. സെക്കൻഡ് വൺ വരുന്നത് ഒരു പിങ്ക് ആണ്, ഒരു പേസ്റ്റൽ പിങ്കും ലാവൻഡറിൻ്റെ ചെറിയൊരു ടിൻറ്റും കൂടെ കയറി വരുന്നൊരു പേസ്റ്റൽ പിങ്ക് വിത്ത് വൈറ്റ്. ആൻഡ് തേർഡ് വൺ വരുന്നത് ഒരു ലൈറ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത്. ഒരു ഓഷ്യൻ ഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. അതിലേക്കും 3ലും വൈറ്റ് ത്രെഡുകളാണ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് കാണാം. ലൈറ്റായിട്ടൊരു കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഒരു കുറച്ചും കൂടെ ഒരു ബ്ലൂ ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഒരു ഗ്രീനിൻ്റെ ടിൻറ്റാണ് കൂടുതൽ വരുന്നത്. എക്സാക്റ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത്. ഓഷ്യൻ ഗ്രീൻ ഉണ്ടല്ലോ ആ കളർ ഇതാ ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയിട്ടോ കാണാൻ, നല്ല രസമുള്ളൊരു ഈ വൈറ്റ് എംബ്രോയിഡറി വർക്ക് നോക്കാം. ഇങ്ങനെയാണ് എംബ്രോയിഡറിയുടെ വർക്ക് വരുന്നത്. സിമ്പിളായിട്ടുള്ള ത്രെഡ് വർക്കാണ് വരുന്നത്. നല്ല രസം, ഒരു ചിക്കൻ കാരി വർക്കിൻ്റെ ഒക്കെ ഉള്ളൊരു സിമിലർ ആയിട്ടുള്ളൊരു വർക്കാണ് വരുന്നത്. അടിപൊളിയായിരിക്കും. വൈറ്റ് പലാസോടെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം കളർ ബോട്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചെയ്തിട്ട് വേണമെങ്കിൽ വൈറ്റ് ദുപ്പട്ടയായിട്ട് വെയർ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല കോട്ടൺ ആണ്, വാഷബിൾ ആണ്. നമ്മൾ മിൽഡൈ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഈ കളേഴ്സ് എല്ലാം. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളി, ഒരു രക്ഷയില്ല. ബ്ലാക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഒരു ബ്ലാക്ക് ബോട്ടമിൻ്റെ കൂടെ ഇങ്ങോട്ട് ഒന്ന് പെയർ ചെയ്യുക, അടിപൊളിയായിരിക്കും കേട്ടോ. ബ്ലാക്ക് ഇങ്ങനെ വരുന്നു, അടിപൊളിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ചെയ്യുന്നതാണ്. കാരണം എനിക്കിതിനകത്ത് നിന്നും സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാനുള്ള ടൈം ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇതൊട്ടും. എനിക്കിത് വന്നപ്പോൾ തന്നെ ഇത് വീഡിയോ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കറക്റ്റ് ആ ഒരു ചിക്കൻ കാരി വർക്കിൻ്റെ ഒരു സിമിലർ ആണ് കേട്ടോ എൻ്റെ വർക്ക്. കണ്ടോ, സീക്വൻസ് വർക്ക് ഒന്നുമില്ല, ത്രെഡ് വർക്ക് മാത്രമേ ഉള്ളൂ.
സിമ്പിളാണ്, പക്ഷെ നല്ല എലഗൻറ്റ് ലുക്കിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കളക്ഷനാണ്. അടുത്ത വരുന്നത് ഒരു പേസ്റ്റൽ പിങ്ക് ആണ്. ലൈറ്റ് ഒരു ലാവൻഡറിൻ്റെ ടിൻറ്റ് കൂടെ കയറുന്നൊരു നല്ല തെളിഞ്ഞൊരു പിങ്ക്. എന്ത് ഭംഗിയാണിത് നേരിട്ട് കാണാനെന്നുള്ളത്. അത്രയും ഭംഗിയാണ്. ആ വൈറ്റ് ആ വർക്ക് കണ്ടോ, നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് പോകുന്നത്. സീക്വൻസ് വർക്കൊന്നും ഇല്ല കേട്ടോ, ത്രെഡ് വർക്ക് മാത്രമേ ഉള്ളൂ. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്. വൈറ്റ് പലാസോയുടെ കൂടെയോ വൈറ്റ് പെൻസിൽ ബോട്ടമിൻ്റെ കൂടെയോ ലെഗിൻസിൻ്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാം. അല്ലെങ്കിൽ ഈ സെയിം കളർ തന്നെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആണെങ്കിലും പെയർ ചെയ്തിട്ട് വൈറ്റ് ദുപ്പട്ടയുടെ കൂടെയൊക്കെ ചെയ്താലും നല്ല രസം ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള ലക്നവി വർക്കൊക്കെ ഉണ്ടല്ലോ, അതിനോടൊക്കെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു വർക്കാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ വൈറ്റ് ദുപ്പട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. 325 ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. അടിപൊളി ഒരു കളർ. ഈ 3 ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഫാബ്രിക് അവൈലബിൾ ആയിട്ടുള്ളത്. മൂന്നിൻ്റെയും പ്രൈസ് വരുന്നത് 325 പെർ മീറ്റർ ആണ്. അടുത്ത വരുന്നത് പ്യുർ കോട്ടൺ ഫാബ്രിക്കിൽ അജ്രക് പ്രിന്റ് വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ്. അജ്രക്കിൻ്റെ നമ്മൾ കുറച്ചുകൂടി ബ്ലൂവും അതുപോലെ തന്നെ ബ്ലാക്ക്, മെറൂൺ അങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലും കണ്ടേക്കുന്നത്. ഇത് വസനപതി പ്രിന്റിങ്ങിനോട് ചെറിയ സാമ്യമുള്ള എന്നാൽ അജ്രക് പ്രിന്റ് ആണ് കേട്ടോ. ഇത് വരുന്ന ഫാബ്രിക് കുറച്ചും കൂടി നമ്മൾ നോർമലി കാണിക്കുന്ന കോട്ടനേക്കാളും കുറച്ചും കൂടി കൂടിയ ടൈപ്പ് ഫാബ്രിക് ആണ് ഇത് വരുന്നത്. നല്ല ഭംഗിയുള്ള കുറച്ച് ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. നോർമലി നമ്മൾ കാണുന്ന അജ്രക് പ്രിന്റ്സിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. ഇത് വരുന്ന നല്ലൊരു ലീഫ് ഗ്രീൻ ആണ്. നല്ല ഭംഗിയുള്ള വാഴയില പച്ച അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു കളർ ഉണ്ടല്ലോ, പേസ്റ്റൽ ഗ്രീൻ, അങ്ങനത്തെ ഒരു പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു അതിനോടൊക്കെ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വന്നൊരു കളറാണ് വരുന്നത്. പിസ്ത ഗ്രീൻ എന്ന് പറയും, അങ്ങനത്തെ ഒരു കളറാണ്. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനും ഒക്കെയാണ് കേട്ടോ. നമുക്ക് കോട്ടൺ പ്യുർ കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. നോർമലി നമ്മൾ കാണിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഡിസൈൻ ഡിഫറെൻ്റ് ആണ്, കുറച്ചുകൂടി വെറൈറ്റി ഉണ്ട്, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണ് പ്രിൻറ്റിങ്ങിനൊക്കെ. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് വൺ. ഇത് ഈ പ്രിൻറ്റ് ശരിക്കും ക്ലിയർ ആകാൻ പാകത്തിന് കാണാം കേട്ടോ, കാരണം ഈ സെയിം ഷെയ്ഡിൻ്റെ തന്നെ കുറച്ച് 3-4 പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് പ്രിൻ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 260 പെർ മീറ്റർ ആണ്. ഫസ്റ്റ് വൺ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലീഫ് ഡിസൈൻ ആണ്. നല്ല ഭംഗിയുള്ളൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആയതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ക്രീൻ പ്രിൻറ്റിൻ്റെ അത്രയും ഫിനിഷിങ് ഉണ്ടാവില്ല, അതിനൊരു ഡൾ ഫിനിഷിങ് ആയിരിക്കും. അതായത് ആ ഒരു ഡൾ ഫിനിഷിംഗ് ആണ് ആ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. നമ്മൾ സ്ക്രീനിൽ മെഷീൻ പ്രിൻറ്റിങ് ചെയ്യുന്ന ഫാബ്രിക്സ് പക്ക കൃത്യമായിട്ട് വളരെ എന്താണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ വന്നേക്കുന്നതാണ്. അതെന്ന് പറയുമ്പോൾ കറക്റ്റ് ഇത് അങ്ങനെ തന്നെ വരും. ഇത് കൈകൊണ്ട് ചെയ്യുന്ന പ്രിൻറ്റുകളായതുകൊണ്ട് ഇതിന് കുറച്ച് എന്താ പറയണേ, അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഫെയ്ഡ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഭംഗിയില്ലാത്ത ഇതല്ല, പക്ഷെ അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു നേച്ചർ. അതാണ്. സെക്കൻഡ് ഡിസൈൻ വരുന്നത് ലീഫ് ഡിസൈൻ ആണ്. നിങ്ങൾക്ക് ഫ്രോക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ വേറെ ചെയ്തിരിക്കുന്ന ഒരു ഫ്രോക്ക് പോലെയൊക്കെ നിങ്ങൾക്ക് എ ലൈനായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ഏത് പാറ്റേണുകളിലും സ്ലിറ്റഡ് ടോപ്പായിട്ട് ചെയ്യാം, ബ്ലൗസിന് എടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. 260 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ലീഫ് ഡിസൈൻ. നിങ്ങൾക്ക് ബ്ലാക്ക് ബോട്ടമിൻ്റെ കൂടെ ഒക്കെ ഇത് പെയർ ചെയ്യാം കേട്ടോ. ഇത് സെയിം ഷെയ്ഡ് ഇല്ലെങ്കിൽ യെല്ലോയുടെ കൂടെയോ അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലതായിരിക്കും. വൈറ്റിൻ്റെ കൂടെ ആയാലും കുഴപ്പമില്ല. ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഫാബ്രിക്കാണ്. നെക്സ്റ്റ് ആയിട്ട് ഡിസൈൻ നമ്പർ 3 ആണ് വരുന്നത്. ഇത് വരുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ ഇതാ ഇങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത്. ഇങ്ങനെ വരുന്നു പ്രിൻ്റ്. ഇത് കുറച്ചുകൂടി ഫ്ലോറൽ പ്രിൻറ്റുകളാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. നിങ്ങൾക്ക് ഈ ഒരു യെല്ലോ ഷെയ്ഡിലൊക്കെ ബോട്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും. ബോട്ടിൽ ഗ്രീൻ ബോട്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും. ബ്ലാക്കിൻ്റെ കൂടെ ഇടാം. ഇതിൻ്റെ നമുക്ക് ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. ഇതൊരു ഡസ്റ്റി ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഭയങ്കര തെളിഞ്ഞ ബോട്ടിൽ ഗ്രീൻ അല്ല, മറ്റേ കരിപ്പച്ച എന്നൊക്കെ നമ്മൾ പണ്ട് പറയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കളറാണ്. ഡാർക്ക് ഇങ്ങനത്തെ ഈ ഡള്ളായിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ.
ഇങ്ങനെ വരുന്നു. ഈ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇത് ബോട്ടിൽ ഗ്രീൻ ബോട്ടമിൻ്റെ കൂടെയും ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. കോഡ് സെറ്റ് പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ്, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ്. 260 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതും ലീഫ് ഡിസൈൻ തന്നെയാണ്. ഒരു ആലില ഇലയുണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിസൈൻ പോലെയാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ്. പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഒരു യെല്ലോ ടിൻറ്റും കൂടെ വരുന്ന ഒരു ഗ്രീനാണ്. ഇങ്ങനെ വരുന്നു അടുത്ത ഡിസൈൻ. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ അജ്രക് പ്രിന്റഡ് ഹാൻഡ് ബ്ലോക്ക് ആണ് വന്നേക്കുന്നത്. മീറ്റർ പ്രൈസ് വരുന്നത് 260. ഇതിൻ്റെ ഒരു ഡിസൈൻ ഉള്ളൂ. ആദ്യം നമ്മൾ കണ്ട ആ ഒരു കരിപ്പച്ച ഗ്രീൻ ഉണ്ടല്ലോ, ഡാർക്ക് ഗ്രീൻ, അതിൻ്റെ വേറൊരു ഡിസൈനും കൂടെ ഉണ്ട്. ഇങ്ങനെ വരുന്നു അടുത്ത ഡിസൈൻ. ഫ്രോക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാനും സ്ലിറ്റഡ് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ഫാബ്രിക്കാണ്. സിമ്പിളായിട്ടൊരു ബ്ലാക്ക് ബോട്ടമിൻ്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും. മീറ്റർ പ്രൈസ് വരുന്നത് 260. അടുത്ത വരുന്നത് ഒരു ലീഫ് ഡിസൈൻ ആണ്. അതിൻ്റെ 2 ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ വരുന്ന ഒരു പീച്ചാണ്, ഒരു നല്ലൊരു പീച്ച് ഷെയ്ഡ്. അതിലേക്ക് ഇതെങ്ങനെയാണ് ലീഫ് ഡിസൈൻ വരുന്നത്. ബ്ലാക്ക് കളറിലും മസ്റ്റർഡ് യെല്ലോ കളറിലുമാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു എക്സാക്റ്റ് ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാണ്. മസ്റ്റർഡ് യെല്ലോ ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ. ഇങ്ങനെ വരുന്ന 2 ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ആയിരുന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറ്. നോർമലി അജ്രക്കിലൊക്കെ കാണുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ്. 260 പെർ മീറ്റർ ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ മസ്റ്റർഡ് യെല്ലോ ആണ്. ഇതും അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് കേട്ടോ. മസ്റ്റർഡ് യെല്ലോ ആൻഡ് ഒരു ഡാർക്ക് ബ്രൗൺ, പക്ഷെ ഒരു ബ്ലാക്ക് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഇപ്പം അതുകൊണ്ട് നമുക്ക് ബ്ലാക്കിൻ്റെ കൂടെ ആണെങ്കിലും വെയർ ചെയ്യാൻ പറ്റും. ബ്ലാക്ക് ബോട്ടമിൻ്റെ കൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാം. അല്ലെങ്കിൽ മെറൂൺ കോഫി ബ്രൗൺ ഉണ്ടെങ്കിൽ കോഫി ബ്രൗണിൻ്റെ കൂടെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. അടുത്ത വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഓർഗൻസ ഫാബ്രിക്. വിസ്കോസ് ഓർഗൻസ ഫാബ്രിക് ആണ്, പ്യുവർ ഓർഗൻസയാണ്. അതിലേക്ക് ത്രെഡ് വർക്കാണ്, സെറി വർക്കും അതുപോലെ ടിഷ്യൂവിൻ്റെ വർക്ക് വരുന്നുണ്ട്. സെൽഫ് വീവിങ്, ഈ സെയിം ഫാബ്രിക്കിൽ തന്നെ സെൽഫ് വീവിങ്ങും പോകുന്ന ഒരു ടൈപ്പ് ഒരു ഫാബ്രിക്കാണ്. നമുക്ക് 5 ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഒരെണ്ണമായിട്ട് കാണാം. ഡാർക്ക് ഷെയ്ഡ്സും കുറച്ച് പേസ്റ്റലല്ല, കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് ഷെയ്ഡ്സിലാണ് കേട്ടോ കൂടുതൽ. ഫസ്റ്റ് വൺ വരുന്ന ഒരു ബർഗണ്ടി ടോൺ ആണ്. ഡാർക്ക് ആയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു ബർഗണ്ടി ടോൺ. അതിലേക്ക് ഇതാ ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇങ്ങനെ സ്ട്രൈപ്സ് പാറ്റേൺ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഈ സാരീസിലൊക്കെ കണ്ടേക്കുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു ഡിസൈനാണ് ഇത്. നമ്മൾ ഡിസൈൻ പറഞ്ഞ് നമ്മൾ തന്നെ ചെയ്തെടുത്താണ്, നമ്മൾ ഇഷ്ടമുള്ള കളറിലേക്ക് ഞാൻ ചെയ്തെടുത്തേക്കുന്നതാണ്. ആൻഡ് ഇത് വരുന്നത് പ്യുവർ വിസ്കോസ് ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. അതിലേക്ക് ഇതാ ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇത് ടിഷ്യൂവിൻ്റെ വർക്കാണ്. സ്ട്രൈപ്സ് പോലെ പോയേക്കുന്നു. ടിഷ്യൂവിൻ്റെ വർക്ക്, ഗോൾഡൻ ടിഷ്യൂ വർക്ക് പോയേക്കുന്നു. ആൻഡ് അതിനെ ലൈൻ ചെയ്തേക്കുന്നത് സെറി വർക്കാണ്. സെറി വർക്കാണ് അത്. പ്രിൻ്റ് ഒന്നും അല്ല കേട്ടോ, സെറി വർക്കാണ്. കണ്ടോ ഈ സൈഡിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷനിലായിട്ട് സെൽഫായിട്ടുള്ളൊരു വർക്കുമാണ് പോയേക്കുന്നത്. സെൽഫ് ത്രെഡ് വർക്കാണ് പോയേക്കുന്നത്. ഈ ഫാബ്രിക്കിൽ ഇങ്ങനെ തന്നെയാണ് പോയേക്കുന്നത്. ആൻഡ് ഇത് നമുക്ക് ഒരു ലോങ് സ്ലിറ്റഡ് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്കേർട്ടും ടോപ്പും ചെയ്യാം. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി, അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയറായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റൈലിങ് ചെയ്യാവുന്നതാണ്. ഫ്ലെയർഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഫിഷ് കട്ടിലോ ഏത് രീതിയിലും ആണെങ്കിലും സ്കേർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. സ്കേർട്ടും ടോപ്പിനും ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. സാരിക്കും ബെസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ സൈഡിൽ ഫിനിഷിംഗ് ഇല്ല. സൈഡിൽ
നിങ്ങൾക്ക് ഫിനിഷിങ് ആക്കി എടുക്കാം, ഒരു കുറച്ച് ലേസ് വർക്ക് ഒക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ സാരിക്ക് അടിപൊളിയായിരിക്കും ഇത്. കാരണം ഇതിൻ്റെ ഷെയ്ഡ്സ് കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ അടിപൊളി ഷെയ്ഡ്സുമാണ്. സാരിക്കും സ്കേർട്ടിനും ടോപ്പിനും എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ബ്ലൗസ് കൊടുക്കാം. അത്യാവശ്യം നമുക്ക് ഈ ഓണം സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ലോഞ്ച് ചെയ്യണം എന്നായിരുന്നു എനിക്ക് ഇതിൻ്റെ ഒരു, പക്ഷേ ഇനിയും ടൈം ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്കിത് വെച്ചോണ്ടിരിക്കാനായിട്ട് പറ്റുന്നില്ല, അത്രയും ഭംഗി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് കാണിച്ചേക്കാം. ഇത് ഓണത്തിൻ്റെ ടൈമിലൊക്കെ നിങ്ങൾക്ക് ആ ടൈമിലേക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. ബ്ലൗസ് കൊടുക്കാം, സെറ്റ് സാരിക്ക് ബ്ലൗസ് കൊടുക്കാം, ഗോൾഡൻ സാരികൾക്ക് ബ്ലൗസ് കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ യോക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഈ കളർ ഫാബ്രിക്കിൽ യോക്ക് കൊടുക്കാൻ നല്ലതാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബർഗൻഡി ടോൺ. ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്താലും അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയറായിട്ട് ഈ ഒരു ബർഗൻഡി കളറിലുള്ള ബോട്ടവും ദുപ്പട്ടയും പ്ലെയിൻ കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും സ്റ്റൈലിങ് ചെയ്യാൻ ഏതെങ്കിലും യോക്ക് കൊടുക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിലും എടുക്കാനും നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് വൺ. സാരി ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും സാരിക്ക് കൊടുത്താൽ. പക്ഷെ ഇതിൻ്റെ സൈഡ് കണ്ടോ, സൈഡ് ഇങ്ങനെയാണ് വരുന്നത് വർക്ക് കണ്ടോ, സൈഡ് ഇങ്ങനെ വരുന്നുണ്ട്. സൈഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഫിനിഷിങ് ഇല്ലാത്തതുകൊണ്ട് സൈഡ് നിങ്ങൾക്ക് ഇത് ഫിനിഷിങ് ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ ഈ സെയിം കളറുള്ള ലേസോ അങ്ങനെ ഏതെങ്കിലും കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ സൈഡ് അടിക്കുക അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് സൈഡ് ഫിനിഷിങ് ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ സാരിക്ക് നല്ലതാണ്. ഹാഫ് സാരി ആയിട്ട് ചെയ്യാം, സ്കേർട്ടും ടോപ്പും ആയിട്ടൊക്കെ. സ്കേർട്ടും ടോപ്പും ആയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ഒരു കളറാണ്, എല്ലാവർക്കും ചേരുന്ന ടൈപ്പും. അതുകൊണ്ട് ഈ ഗോൾഡൻ ആയിട്ട് ആ ഒരു വർക്കിനെ എടുത്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള കുറച്ച് കളേഴ്സ് ആയിട്ടാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരുന്നു. 395 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. പ്യുവർ വിസ്കോസ് ആണ്, പ്യുവർ വിസ്കോസ് ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബർഗൻഡി. അടുത്ത വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്കും ഒരു ഗോൾഡൻ സെറി വർക്കും കൂടെ വന്നപ്പോൾ അടിപൊളിയാട്ടോ. ബ്ലാക്കിൽ ഈ ഒരു ടിഷ്യൂവിൻ്റെ വർക്കും അതുപോലെ തന്നെ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ഇതിന് സെൽഫ് വർക്കാണ് പോകുന്നത്. കുറച്ച് ക്ലോസറായിട്ട് കാണിച്ചു കേട്ടോ. കണ്ടോ, സെൽഫായിട്ടുള്ള ആ ഒരു വർക്കും നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ സാമ്പിൾ ആദ്യം വരുത്തിച്ചിട്ട് ഞാൻ ഷെയ്ഡ്സ് പറഞ്ഞ് ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ചെയ്യിച്ചാണ്. ഇതാ ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള ബ്ലാക്ക്. ഇതൊക്കെ സാരിക്കും സ്കേർട്ടിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കണ്ടോ, ഒരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പായിട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, സിമ്പിളൊരു ടോപ്പ് ചെയ്താലും അടിപൊളിയാണ്. സ്ലിറ്റഡ് ടോപ്പ് എ ലൈൻ ചെയ്യാം, അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. ഹാഫ് സാരി ആയിട്ടോ ഒക്കെ അതെ. സൈഡിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു കേട്ടോ. സാരി ആയിട്ട് എടുക്കുന്നവർ സൈഡിൽ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ട വരും. പക്ഷെ ഉടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. റണ്ണിങ് ഫാബ്രിക് ആണെന്ന് നമുക്ക് തോന്നില്ല. ഇങ്ങനെ വരുന്നു. 395 പെർ മീറ്റർ. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് വിത്ത് ഗോൾഡൻ ടിഷ്യൂ വി. അടുത്ത വരുന്നത് നല്ലൊരു മാംഗോ യെല്ലോ ആണ്. ബ്രൈറ്റ് ആയിട്ടുള്ളൊരു മാംഗോ യെല്ലോ, കറക്റ്റ് മാമ്പഴത്തിൻ്റെ കളറാട്ടോ. നല്ല രസമുണ്ട്. അതിലേക്ക് ഇതാ ഗോൾഡൻ്റെ അങ്ങനെ മറ്റേ ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ അത്രയും തെറിച്ച് നിൽക്കുന്നില്ല ടിഷ്യൂ വീവ്, സറ്റിലായിട്ട് അങ്ങനെ അങ്ങ് പോവാണ്. അങ്ങനെ വരുന്നു. ആ സെൽഫ് വീവിങ് കുറച്ചുകൂടി എടുത്ത് നിൽക്കുന്നുണ്ട് ഇതിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ആ സെൽഫ് വീവിങ് കാണാൻ പറ്റും ഫാബ്രിക്കിൻ്റെ. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയിൽ ഒരു ടോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൽദി പോലെയുള്ള ഫങ്ഷൻസിനും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. സ്കേർട്ടും ടോപ്പും ഈവൻ ബ്രൈഡിനാണെങ്കിൽ പോലും അന്നത്തെ ദിവസം സ്കേർട്ടോ ഹാഫ് സാരിയൊക്കെ ആക്കണമെങ്കിൽ നല്ലതാട്ടോ. നല്ലൊരു കളറാണിത്. വിസ്കോസ് ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. നല്ല ബ്രൈറ്റ് ആക്കുന്ന മാംഗോ യെല്ലോ ഷെയ്ഡാണ്. സാരി ആണെങ്കിൽ ഇതാ ഇങ്ങനെ ചെയ്യാം. സ്കേർട്ടും ടോപ്പും എല്ലാം അടിപൊളിയായിരിക്കും കേട്ടോ. ഭയങ്കര രസമുണ്ടാവും അത് കാണാനായിട്ട്. അടുത്ത വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. അടിപൊളിയായിട്ടുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ. അതിലേക്ക് ഇതാ ഗോൾഡൻ ടിഷ്യൂ വർക്കും സെറി വർക്കും അതുപോലെ സെൽഫ് വീവിങ്ങും ആണ് പോകുന്നത് ഫാബ്രിക്കിൽ. ഇങ്ങനെ ആയിരുന്നു. ഇതും ടോപ്പായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും സാരി ആക്കാനും ഹാഫ് സാരി ആക്കാനും ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ഈവൻ ബ്ലൗസ് എന്നൊക്കെ ചെയ്യാനൊക്കെ നല്ല ഒരു ഫാബ്രിക്കാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരേപോലത്തെ സെയിം പാറ്റേണിലൊക്കെ ചെയ്തെടുക്കണം, അങ്ങനെ ബ്രൈഡ് സ്പെയ്ഡ്സിനൊക്കെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഫാബ്രിക്കാണ്.
വിസ്കോസ് ഓർഗൻസി ആണ്. 395 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. എല്ലാം അടിപൊളി ഷെയ്ഡ്സ് ആണ്. ഡാർക്ക് ഷെയ്ഡ്സും ആ ഡാർക്കിൽ ഏറ്റവും നമ്മൾ കാണുന്ന ബ്ലാക്കും ബോട്ടിൽ ഗ്രീനും ബർഗൻഡി ടോണും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. ടോപ്പായിട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു സ്കേർട്ടും ടോപ്പും ചെയ്യാം. കല്യാണത്തിൻ്റെ തലേദിവസ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഇങ്ങനെ സ്കേർട്ടും ടോപ്പും ഒക്കെ പിള്ളേർക്ക് ഒരേപോലെയൊക്കെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഇതിൻ്റെ പല ഷെയ്ഡ്സ് കൊടുക്കുക. അപ്പോൾ 3-4 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ 4 ഷെയ്ഡ്സ് എടുത്തിട്ട് ഒരേ പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യണം. ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു നമ്മുടെ കേരള ക്രീം കളറാണ്. ഇത് നമുക്ക് സെറ്റ് സാരിക്ക് ബ്ലൗസ് കൊടുക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഇതിന് പറ്റും. സ്കേർട്ടും ടോപ്പും ഈ ഒരു പാറ്റേൺ നമുക്ക് അറിയാമല്ലോ, എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കോമ്പിനേഷൻ. അത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. സ്കേർട്ടും ടോപ്പും കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഈവൻ ബ്രൈഡിനാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയുണ്ട്. ഇത് അത്യാവശ്യം പ്രീമിയം ലുക്കും തോന്നും. 395 പെർ മീറ്ററിൽ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയാൻ കാരണം വിസ്കോസ് പ്യുവർ ഓർഗൻസി ആണ്. ആൻഡ് ഇതിൻ്റെ ഈ ടിഷ്യൂ ഇങ്ങനത്തെ ഒരു ഫാബ്രിക്കിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് എല്ലാം ഇങ്ങനത്തെ ഈ ടൈപ്പ് ഫാബ്രിക്സ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സ്കേർട്ടും ടോപ്പോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ഇത് വരുന്നത് കേരള ക്രീം കളറിൽ നല്ല ഭംഗിയുള്ള നല്ല ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഒരു ടിഷ്യൂ വർക്കൊന്നുമല്ല, സട്ടിലായിട്ട് പോകുന്ന ഒരു ടിഷ്യൂ വർക്ക്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സും അടിപൊളിയാണ്. സ്കേർട്ടും ടോപ്പും ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങളുടെ ഏതെങ്കിലും വൈറ്റ് പഴയ ഈ മാമോദീസ സാരിയൊക്കെ ഉണ്ടല്ലോ, വെഡിങ് സാരിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഈ മാമോദീസയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ എല്ലാവർക്കും ബ്ലൗസ് ഒന്നും ഓക്കെ ആവത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് അതിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബ്ലൗസ് പീസും കൂടെ ഇട്ടെടുക്കാം കേട്ടോ. അങ്ങനത്തെയും നല്ലൊരു കോൺസെപ്റ്റാണിത്. 395 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ ഒരു ഭംഗിയും കൂടെ ഞാൻ ഇതിൽ വെച്ച് കാണിക്കാം. അപ്പോൾ കുറച്ചും കൂടെ എൻ്റെ ഒരു എടുപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഫസ്റ്റ് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ്. കണ്ടോ, ഇതിൻ്റെ ഒപ്പം വെച്ചപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കണ്ടോ, നല്ല ബ്രൈറ്റ് ആയിട്ടില്ലേ. അതുപോലെ തന്നെ ഇതാ ഈ ബർഗൻഡി കളറ് ഇങ്ങനെ വരുന്നു. അടിപൊളി ഷെയ്ഡ്സ് ആണ്. ആൻഡ് ബ്ലാക്ക് വരുന്നത്, ബ്ലാക്കിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട് കേട്ടോ. ബ്ലാക്ക് ഇതാ കണ്ടോ, ബ്ലാക്ക്. അതുപോലെ തന്നെ മാംഗോ യെല്ലോ, ബ്രൈറ്റ് ആയിട്ടുള്ളൊരു മാംഗോ യെല്ലോ ഷെയ്ഡ്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മീറ്റർ പ്രൈസ് വരുന്നത് 395. നെക്സ്റ്റ് വരുന്നത് നമ്മൾ എല്ലാ ദിവസവും കാണിക്കുന്ന ഫാബ്രിക്സ് ആണ്. സെയിം ഫാബ്രിക് അല്ല കേട്ടോ, സെയിം ഡിസൈൻ അല്ല, ഡിഫറെൻറ്റ് ഡിസൈൻ. നമ്മൾ ഇതില്ലാത്തൊരു വീഡിയോ ഇല്ല നമുക്ക്. ഹാൻഡ് ബ്ലോക്കിൻ്റെ കോട്ടൺ, ഇതിന് ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ, ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മളൊരു ബ്ലാക്കിൽ ഈ ഒരു കളറിലുള്ള ഇത് പ്രിന്റ് വരുന്നത് നമ്മൾ ഒരുപാട് ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു കുറേ റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. ആ റീസ്റ്റോക്ക് പറഞ്ഞിരിക്കുന്നവർ നമുക്ക് മെറ്റീരിയൽ എത്തിയിട്ടില്ല കേട്ടോ. മെറ്റീരിയൽ നമ്മൾ ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് എത്തും. കുറേ പേരൊക്കെ പ്രീ പേയ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വേറെ ഷെയ്ഡ്സിൽ. ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾ ആദ്യം ചെയ്തതിനകത്ത്. അപ്പോൾ അത് നമുക്കൊരു അറൗണ്ട് ഒരു 1 വീക്കിൽ നമുക്ക് എത്തും. എത്തിയാൽ ഉടൻ തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരോടും മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് വീഡിയോയിൽ പറഞ്ഞത്. ഇത് വരുന്നത് ഒരു ബേജ് കളറാണ്. നല്ല ഭംഗിയുള്ളൊരു ബേജ് കളർ. ബ്രൈറ്റ് അല്ല കേട്ടോ, ബ്രൈറ്റ് വൈറ്റ് കളറായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ബേജ് കളറാണ്. ഒരു ക്രീം കളർ ഉണ്ടല്ലോ, ആ ഒരു കളറാണ്. അതിലേക്ക് ഇതാ ഭംഗിയുള്ളൊരു തിരിഞ്ഞുപോയി നല്ല ഭംഗിയുള്ള റോസ് ഫ്ലവേഴ്സ്. ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. പിന്നെ ഈ ഫാബ്രിക്കിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ ചെറിയ ഇങ്ങനെ ഒരു ചെളി പോലെയൊക്കെ കാണും. ഇത് മണ്ണിലിട്ടാണ് ഇവരിത് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കംപ്ലൈൻറ്റ് അല്ല. അത് വാഷ് ചെയ്യുമ്പോൾ പൊക്കോളും കേട്ടോ. വാഷ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ തട്ടി കഴിയുമ്പോൾ പോകുന്ന ടൈപ്പ് പൊടിയാണത്. അത് ചെളിയോ അല്ലെങ്കിൽ ഡാമേജോ ഒന്നും പഴയ തുണി അങ്ങനെയൊന്നും വിചാരിക്കരുത്.
ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ട് നിലത്തിട്ടാണ് അവർ ഉണക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നതാണ് കേട്ടോ അത്. നല്ല രസമുള്ളൊരു ബേജ് കളറിൽ മെറൂൺ കളറിലുള്ള ഫ്ലവേഴ്സ് വരുന്നു. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റാണ്. നമ്മൾ നോർമലി കാണുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. നമ്മൾ ഇതിൻ്റെ 2 ഷെയ്ഡ്സ് നേരത്തെ കൊണ്ടുവന്നിരുന്നു, നേവി ബ്ലൂവും ഇൻഡിഗോ ബ്ലൂവും ബ്ലാക്കും. ഇത് വരുന്നത് ബ്ലാക്കിൽ തന്നെ ഇതാ, നമ്മൾ അന്ന് കാണിച്ച ബ്ലാക്ക് അല്ല, ഇത് കുറച്ചുകൂടി ഒരു ഗ്രേയിഷ് ബ്ലാക്ക് ആണ്. ഇങ്ങനെ വരുന്നു. ഇതൊരു ഗ്രേയിഷ് ബ്ലാക്ക് ആണ് കേട്ടോ. മറ്റത് പ്യുവർ ബ്ലാക്ക് ആയിരുന്നു, അതിനകത്തേക്കൊരു മെറൂണിൻ്റെ ടിൻറ്റും കൂടെ വരുന്നുണ്ടായിരുന്നു. ഇത് ഗ്രേയിഷ് ബ്ലാക്ക് ആണ്. ഇപ്പം ഇത് എടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഫുള്ള് മണ്ണാണ്. നമുക്ക് ഇതിനകത്ത് കണ്ടോ, ഫുള്ള് ഇതിനകത്ത് ഇങ്ങനെ മണ്ണാണ്. അത് അവരവിടെ ഇട്ട് ഉണക്കുന്നതിൻ്റെയാണ്. നമ്മുടെ പഴയ ഫാബ്രിക് അങ്ങനെയൊന്നും അല്ല. ഇതിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ എനിക്ക് കണ്ണിനായിട്ടൊക്കെ ഫുള്ള് മണ്ണും പൊടിയാവുക. അപ്പം അത് ഒരു നാച്ചുറലായിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. 220 ആണ് അപ്പോൾ മീറ്റർ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ലീഫ് ഡിസൈൻ ആണ്. ഈ സെയിം കളർ കോമ്പിനേഷൻ, ബേജ് ആൻഡ് ഒരു മെറൂൺ ബ്ലൂ കളർ കോമ്പിനേഷനിലേക്ക് ഇങ്ങനെ വരുന്നു. തിരിഞ്ഞുപോയി. ഇങ്ങനെയാണ് ഡിസൈൻ. നല്ലൊരു ലീഫ് ഡിസൈൻ. ഇത് നിങ്ങൾക്ക് ഒരു മെറൂൺ ബോട്ടമിൻ്റെ കൂടെയും ബ്ലാക്ക് ബോട്ടമിൻ്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്കിൻ്റെ വരുന്നു. 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നമ്മളെല്ലാ പ്രാവശ്യവും കാണിക്കാറുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ്. ഇത് നമുക്ക് ഇതിന് ബോട്ടമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. കോട്ടണിൽ തന്നെ ഇങ്ങനെ സ്ട്രൈപ്സ് പാറ്റേണിൽ വരുന്നു. ഈ സ്ട്രൈപ്സ് പാറ്റേൺ വരുന്ന എല്ലാം ബോട്ടം കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ടോപ്പായിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ഇതായിരുന്നു. പക്ഷെ ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാം, ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. കണ്ടോ, ഈ ഒരു ഫാബ്രിക് ബോട്ടമായിട്ട് കൊടുത്തിട്ട് ഇത് ടോപ്പ് കൊടുക്കാം, ഇത് ടോപ്പ് കൊടുക്കാം. ഏറ്റവും ഭംഗി ഇത് ടോപ്പ് കൊടുക്കുന്നതായിരിക്കും. കണ്ടോ, ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതൊരു 2 മീറ്ററും ഇതൊരു 2.5 സാധാ സ്ലിറ്റ് ടോപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് രണ്ടും ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇതും നമുക്ക് ചെയ്യാം. കണ്ടോ, ഇതും നമുക്ക് ചെയ്തെടുക്കാൻ കുഴപ്പമില്ല. ഇങ്ങനെ വരുന്നു. ഇതിലൊരു ബ്ലൂവിൻ്റെ ഇതും കൂടെ ഉള്ളതുകൊണ്ട് ഇത് ഏതെങ്കിലും മെറൂണിൻ്റെയോ ബ്ലൂവിൻ്റെയോ അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ കൂടെ ചെയ്യുമായിരിക്കും നല്ലത്. ഈ 2 ഫാബ്രിക്സ് നമുക്ക് ഇതിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് നമുക്ക് ടോപ്പായിട്ടും ചെയ്യാം കേട്ടോ. ഈ ഒരു ഫാബ്രിക് നമുക്ക് ഈ സ്ട്രൈപ്സ് പാറ്റേൺ വരുന്ന നമ്മൾ ടോപ്പ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ബോട്ടം മാത്രമേ ചെയ്യാവുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ഡിസൈൻ വരുന്നത് നമ്മൾ ലാസ്റ്റ് ടൈമിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ സ്ട്രൈപ്സിൽ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുൾ ഒരേ വിട്ടിലല്ല ഇതിൻ്റെ സ്ട്രൈപ്സ് പോയേക്കുന്നത്. കണ്ടോ, ഇതൊരു ഡിഫറെൻറ്റ് സൈസിലുള്ള സ്ട്രൈപ്സ് പാറ്റേൺ ആണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ടോപ്പായിട്ട് ചെയ്താലും നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. വൈറ്റ് ബോട്ടമിൻ്റെ കൂടെ പിങ്ക് അല്ലെങ്കിൽ ഗ്രേ ബോട്ടം ഏതിൻ്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനുമാണ് കേട്ടോ. നമ്മളെപ്പോഴും കാണുന്നതിനേക്കാളും സ്ട്രൈപ്സ് ആണെങ്കിലും കണ്ടോ, എനിക്കിതിൻ്റെ ആ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തത്. ഈ കുറച്ച് വിട്ട് കൂടിയത്, പിന്നെ കുറഞ്ഞത് അങ്ങനെ ആ ഒരു ഇതിൽ നല്ല ഭംഗിയുണ്ട്. 220 പെർ മീറ്റർ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്കിൻ്റെ വരുന്നു. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു ദിവസത്തെ ഡിലേ ഉണ്ടാവും നമ്മുടെ ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്യാനായിട്ട്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണ് ഈ റണ്ണിങ് ഫാബ്രിക്സ് കട്ട് ചെയ്യലും ഓർഡേഴ്സ് എടുക്കലും പാക്ക് ചെയ്യലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം നമുക്ക് ഒരു സാവകാശം തരണം കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഡിസ്പാച്ചിങ് ഉണ്ടാകത്തുള്ളൂ. സാറ്റർഡേ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ. തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം സാറ്റർഡേ ആണ് ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.